അങ്ങനെ എൻ്റെ കണ്ടന്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടാ. ഇത് ഞാനില്ലേ വെയിൽ നോക്കിയിട്ട് ടെറസിൻ്റെ പൊക്കത്ത് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് നട്ട് പിടിപ്പിച്ച് വീഡിയോ ആക്കി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇതാ നോക്കിയ ബാക്കിൽ കൊക്കി ആ സാധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായ കാരണം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടിരിക്കാം. നമുക്ക് നല്ലൊരു ടെറസായിരുന്നു, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ടെറസാണ്. നല്ല വെയിലുണ്ടായി. അപ്പോൾ ഇവിടെ ഓരോന്നോരോ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ വിളവൊക്കെ എടുത്ത് നമ്മുടെ ഈ ചാനലിൽ ഓരോ വീഡിയോസൊക്കെ ആയി അപ്ലോഡ് ചെയ്ത് അങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സോളാറിൻ്റെ ഉണ്ട്, സോളാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ അത് വെയിലിൻ്റെ ഇനി എങ്ങനെയാണ് വെയിലിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുത്തെ കൃഷിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. എന്താവും അറിയില്ല. അടിയിലൊക്കെ തണലായിരിക്കും, പിന്നെ താഴെ ഇപ്പോൾ സ്പേസൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ എന്നാലും വെയിൽ വേണ്ട, നമുക്ക് പച്ചക്കറി നടാൻ നല്ല വെയിൽ വേണം. അപ്പം ഇനി എങ്ങനെയാണ് ഇവിടുത്തെ വെയിലിൻ്റെ കാര്യമൊക്കെ തീരുമാനത്തിലെത്തണം. പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ഇപ്പോൾ ആകെ മൊത്തത്തിൽ എൻ്റെ പച്ചക്കറിയൊക്കെ ആകെ പടവലങ്ങ പടർത്തിയതും ഒക്കെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. കാണിച്ചുതരാം. പടവലങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതിനിതാ വള്ളിയൊക്കെ പറിച്ചിട്ട് അവർ പണിക്കാർ വല്ലാണ്ടൊന്നും നാശാക്കിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പടവലത്തിൻ്റെ പടർത്തിയതിനൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളരിക്കൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, തക്കാളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇതിനൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം, എല്ലാം പരന്നെടുക്കണം കേട്ടോ. ഒക്കെ ഇതിന് ലെവലാക്കി എടുക്കുക. കുറേ പണിയുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. ഇതിനോരോന്ന് സെറ്റാക്കി എടുക്കണം. എൻ്റെ പടവലങ്ങ് ഞാൻ എവിടെ തെറിയുന്നു, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഈ പടവലങ്ങ പടർത്തിയതിന് മാത്രമാണ് കുറച്ച് ഡാമേജ് വന്നിട്ടുള്ള പടവലങ്ങനെ ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഒരു പടവലങ്ങ അല്ലേ ഇത്? ഈ ഐറ്റക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു പച്ചക്കറി. പിന്നെ ഇപ്പം നോമ്പുമാണ്, പടവലങ്ങ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമായത്. ബാക്കി ഇനി ഇതിൻ്റെ സോളാറിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വേണം ഇനി എല്ലാം സെറ്റ് ചെയ്യാൻ. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ, ഞാൻ കാബേജ് നട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊന്നും അവർ മാറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു വെള്ളരിക്കുണ്ട്, അതൊന്നും അവർ ഒന്നും കാട്ടിയിട്ടില്ല. പണിക്കാർ വന്നിട്ട് കുഞ്ഞു വെള്ളരിക്ക കേട്ടോ, അതിലിപ്പോൾ അധികം വെക്കില്ല എന്ന് തോന്നുന്നു. ഇതിന് ചേമ്പിനൊന്നും അവർ വല്ലാണ്ടൊന്നും ഉപദ്രവിച്ചിട്ടില്ല. അവരെന്ന് പറയുന്നത് ഈ പണിക്കാർ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരോട് ഇനിയിപ്പം സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. നമ്മുടെ ഇതിനൊന്നും അവരൊന്നും കാട്ടിയിട്ടില്ലേ. ഇനി എല്ലാത്തിനും ഞാനിനി വെയിൽ നോക്കിയിട്ട് ഈ ഭാഗത്ത് കുറച്ച് വെയിലുണ്ടാവും, അവിടേക്ക് മാറ്റണം ഇനി എല്ലാ സംഭവത്തിനും. ഇവിടെ നമുക്ക് അധികം സ്ഥലമില്ല. ഇവിടെ ഒരു ഈ പറഗോളയുടെ ഒരു ഗ്ലാസ് വരണ കാരണം അവിടെ നമുക്ക് അധികം സ്ഥലമില്ല. പിന്നെ ഇന്നലെ നല്ല മഴ ആയിരുന്നു. ഇവിടെ കുറേ ഫ്രിഡ്ജും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാബേജിൻ്റെ അവസ്ഥ നോക്കിയേ, ക്യാബേജ് ആകെ പോയിട്ടാ. ഞാൻ നല്ല പ്രതീക്ഷയിൽ വെച്ച ക്യാബേജായിരുന്നു. ഇതെന്ത് സംഭവിച്ചെന്നറിയോ, ഇത് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഒരാഴ്ച എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഈ ക്യാബേജ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതാകെ പോയി. അതാണ് ഉണ്ടായത്. പിന്നെ ഇനി തൈകളുണ്ട് ക്യാബേജിൻ്റെ, ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഈ പണിയൊന്നും കഴിയാണ്ട് ഒന്നും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തൈകൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. തക്കാളി പറിച്ച് നടാനായിട്ടുണ്ട്, അതുപോലെ വെണ്ട ഉണ്ട് പറിച്ച് നടാൻ, മുളക് ഉണ്ട് പറിച്ച് നടാൻ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം. ഇനിയിപ്പോൾ ഈ സോളാറിൻ്റെ പണി കഴിയാതെ ഒന്നും പറ്റൂല. അങ്ങനെ ഞാനും സുലൈമാൻ കാക്കയും പിന്നെ സുലൈമാൻ കാക്കാൻ്റെ ഫാമിലിയും അതൊക്കെ കൂടിയിട്ട് ഇനി എന്ത് ചെയ്യുന്നാലും. പൊതുവേ നമ്മുടെ വീട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വെയിൽ മുറ്റത്തേക്ക് അധികം വെയിലിൻ്റെ ഇതില്ല. അതുകൊണ്ടാണ് ഈ ടെറസിൻ്റെ മണ്ടയിൽ കയറിയത് കൃഷി ചെയ്യാൻ. പിന്നെ താഴെ എലിയുടെ ശല്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ സോളാറും കൂടി വന്നപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാണ് ഉണ്ടായത്. ഇതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇന്നലെ നല്ല മഴയായിരുന്നു, ഗംഭീര മഴയും. ഞാനിങ്ങനെ ഓരോരോ സംഭവങ്ങളെ ഓരോ വടിയൊക്കെ വെച്ച് എൻ്റെ രീതിയിലൊക്കെ ഒന്ന് പടർത്താനൊക്കെ നോക്കിയതാണ്. അതൊക്കെ പോയി. വടിയല്ല കേട്ടോ, അതെന്തോ PVC പൈപ്പിൻ്റെ സംഭവമാണ്. അതൊക്കെ വെച്ച് മെല്ലെ മെല്ലെ ഓരോന്ന് പടർത്താനൊക്കെ വെക്കണം. ഒക്കെ പോയി. ഈ ആദ്യം മുതൽ 1 മുതൽ ഞാൻ തുടങ്ങണം. ഈ ചാക്കിൽ നട്ടാർന്നേ പെറ്റങ്ങളിലെ എടുത്ത് മാറ്റുമ്പോൾ അവർക്ക് ചാക്ക് പെട്ടെന്ന് കീറും. ചാക്ക് അത്ര ഉറപ്പില്ല. അപ്പോഴാണ് ഇനി പണി കിട്ടുക. ഇനി ഈ പടവലങ്ങയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ പെറ്റകൾക്ക് ഇങ്ങനെ ഇളക്കാൻ വരുമ്പോഴേ നശിച്ച് പോകുമെന്നൊരു പേടിയുണ്ട്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ എന്താ പറയുക പച്ചക്കറി തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഏറ്റവും നഷ്ടം ആയത് എൻ്റെ ക്യാബേജിനാണ്. പിന്നെ പടവലങ്ങൻ്റെ
വള്ളി. അത് രണ്ടിലും ഓരോ തീരുമാനമായി. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല. പടർത്താനൊക്കെ ഇനി സുഖം. അതിൻ്റെ മുകളിലേക്ക് പടർത്താൻ പാടാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ സോളാറ്. അവരുടെ വീട്ടിലൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പുറത്തെ വീട്ടിലുണ്ട് സോളാറിൻ്റെ സംഭവങ്ങൾ. അവരിതാ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വെയിൽ എങ്ങനെയാണാവും പറഞ്ഞാൽ എന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. അതങ്ങനെ വരും. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പടിയുണ്ട് എനിക്ക്. മാങ്ങ ഒക്കെ പഴുക്കാനായി കണ്ട. കുറേ മാങ്ങ ഉണ്ട്, ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. നല്ല മാങ്ങ ഉണ്ട്. ഇങ്ങനെ പൊട്ടിക്കാം. പഴുത്തിട്ടില്ല. ഇടയിലൊക്കെ ഓരോന്നൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇയാളെന്താ തിന്നണത്? എന്താ കിട്ടി? പിന്നെ ഈ കാക്കകളെ എൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. ഇവർ ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗാർഡൻ നോക്കുന്നതൊക്കെ ഈ കാക്കകളാണ്. അങ്ങനെ പിന്നെ ഇതാ ബോഗൻവില്ല ഇറക്കി വെച്ചിട്ട് അതും ചീരൻ്റെ മേലൊക്കെ. ഇതൊക്കെ മാറ്റണമെങ്കിൽ ഇത് ചീരയാണ്. ചീരൊക്കെ നല്ല വെയിലത്ത് വെക്കണം. ഈ തെർമോക്കോളൊക്കെ ഞാനൊരു വിധത്തിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി അതിനൊക്കെ ഞാൻ എടുത്ത് മാറ്റി അപ്പുറത്തേക്ക് ആക്കുമ്പോൾ അതൊക്കെ ഇളകും. രണ്ടാമത് ഞാൻ നട്ട് സെറ്റാക്കണം. അതുപോലെ തന്നെ ചേമ്പിനും വെയിൽ വേണം. അപ്പോൾ അതെനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് നോക്കണം. ചേമ്പ് ഈ പറഞ്ഞ പോലെ ചാക്കിൽ ഞാൻ താഴത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അതിന് ചാക്കിൽ എനിക്ക് ഈറൽ വന്നിട്ടുണ്ടായി. ഒരു വിധത്തിൽ ഇവിടെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി അതിന് വെയിലത്തേക്ക് മാറ്റുമ്പോൾ ഇനി ഇവിടെ എത്ര സ്ഥലമുണ്ട് നോക്കിക്കേ. കുറച്ച് സ്ഥലമുള്ളൂ വെയിലുള്ള. ഞാനിനി എവിടെ എന്തൊക്കെ നട്ടും. പിന്നെ നമുക്ക് അധികം പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ. കുറേ പച്ചക്കറിയൊന്നും ഇല്ലേ. കുറച്ച് ഐറ്റംസ് ഉള്ളൂ. വെണ്ട ഉണ്ട്, അതുപോലെ തക്കാളി, മുളക്, പിന്നെ ഇങ്ങനെ പടരണ വെള്ളരിക്ക, പിന്നെ വഴുതനങ്ങ ഉണ്ട്, പയറുണ്ട്, അങ്ങനെ കുറച്ചുള്ളൂ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊന്നും പിന്നെ ഞാൻ കുറേ നട്ടിട്ടൊന്നുമില്ല. അന്ന് നട്ടുവെച്ച ഉരുളക്കിഴങ്ങ് ഇനി വിളവെടുക്കാനായോ അതൊന്നും എനിക്കറിയില്ല. എന്നിത് പറിച്ച് നോക്കണമെന്നും അതും ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കണം. ഇനി അത് നല്ല ഉരുളക്കിഴങ്ങ് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് നടാലോ എന്ന് വിചാരിച്ച്. പിന്നെ എന്താ പറയുക, കോവൽ നന്നായി പടർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പന്തൽ ഇവിടെ കെട്ടാം. അതിന് പണിക്ക് ഒരു വെൽഡറെ വിളിച്ചിട്ട് ഇവിടെ ഒരു പന്തൽ സെറ്റ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെൽഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അളവെടുത്തിട്ട് പോയതായിരുന്നു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ സോളാറിൻ്റെ അതിലേക്ക് തീരുമാനം മാറ്റിയത്. അപ്പോൾ പിന്നെ ഇനി അത് നോക്കിയിട്ട് ഇനി ഇതെല്ലാം സെറ്റാക്കണം. അങ്ങനെ ഇനി അടുത്ത പണി. അപ്പോൾ ഓരോന്ന് പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാവിലെ ആണ് കേട്ടോ. രാവിലെ ഒരു 8 മണിയായി 7 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടായി നമ്മുടെ ടെറസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് പഴയപടി ഒന്നിനും തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ടെറസിലെ വിശേഷങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മുടെ മുറ്റത്തെ വിശേഷങ്ങൾ ഇതാ നമ്മുടെ ഓരോ സെറ്റ് ചെയ്ത് വെച്ച ചെടികളുടെ അവസ്ഥകൾ കാണിച്ചു തരാം കേട്ടോ. അതാണെങ്കിൽ പല വിധത്തിലാണ് കിടക്കുന്നത്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരുന്നില്ലേ. ഞാൻ എന്ത് ചെടി നട്ടാലും ആദ്യം കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു എന്താ പറയുക കോർണർ ഭാഗം, അവിടെ അതിൻ്റെ ആ സോളാറിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ടയറൊക്കെ അത് പിടിപ്പിക്കാൻ വന്ന ചെക്കന്മാർ അത് അങ്ങോട്ടിട്ട് മാറ്റിച്ച് അതിലുണ്ടായിരുന്ന ചെടികളൊക്കെ പറിച്ചിട്ട് കളഞ്ഞ്. പിന്നെ ടയറിലുണ്ടായ മണ്ണ് ഇത് അവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഗ്രില്ല് പോലത്തതൊക്കെ പറിച്ച്. പിന്നെ ഇവിടെ നിറച്ചും ചെടികൾ ഇങ്ങനെ വരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൂക്ക് ചട്ടികളും തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലത്തെ മടിയിൽ പൊട്ടി വീണിട്ട് അതും ആകെ മുറ്റം കണ്ട് കണ്ടാൽ എന്തെന്നാ പറയുക, തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരം കഴിഞ്ഞതിനെക്കാട്ടിലപ്പുറമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതാ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മാങ്ങ വിചാരിച്ചു. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ അതിൽ നിറച്ചും പുഴു. അപ്പോൾ അതിനതേപടി അങ്ങനെ തന്നെ വിളിച്ചത്. ഇനി ഇതെല്ലാം ഒതുക്കി പറക്കണം. ഇവിടെയുണ്ട്. ഞാൻ 1 0 തന്നെ തുടങ്ങണം. ഇനിയിപ്പോൾ ഈ ടയറിലൊന്നും ഇനിയിപ്പോൾ ഞാൻ കോർണറിൽ ചെടി വെക്കണില്ല. പിന്നെ ഈ ടയറിനെ ഞാൻ മേലെ കയറ്റാൻ പോവാണ്. അതിലെന്തെങ്കിലും മേലെ കയറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്യണം. ഓരോന്ന് നമുക്കിങ്ങനെ പയ്യെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇവിടെ വേറൊരു ബൊക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസി ഡേസിയുടെയും അതുപോലെ തന്നെ പിന്നെ ഒരു പർപ്പിൾ കളറ് മറ്റേ ജമന്തിയുടെയൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്.